കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിലെ പ്രൊട്ടക്ഷൻ ഓർഡറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ടാണ്. അതായത് പിരിഞ്ഞു കഴിയുന്ന ഭാര്യയെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഭർത്താവിന് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം. അതായത് പലപ്പോഴും ഭാര്യയും ഭർത്താവും എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളുടെ ഭാഗമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുകയും ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു അനുരഞ്ജന ചർച്ചയുടെ ഭാഗമായി ഭർത്താവ് എന്ത് ചെയ്യാറുണ്ട്? ഭാര്യയെ ഫോണിൽ കൂടെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഭാര്യയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി സംസാരിക്കുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ ആ സംസാരം ചിലപ്പോൾ കൈവിട്ട കളിയായി പോവുകയും ഒരു പക്ഷേ ഭാര്യയുമായിട്ട് വീണ്ടും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും വളരെ ഉച്ചത്തിലുള്ള സംസാരത്തിലേക്കും വഴക്കിലേക്കുമെല്ലാം ഈ കാര്യങ്ങൾ നീങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഭർത്താക്കന്മാർ അങ്ങനെ ഭാര്യനെ കാണുവാനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിണങ്ങിപ്പോയതിന് ശേഷം ഭാര്യ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഭർത്താവിന് എതിരെയായിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭാര്യയുമായി ഫോണിൽ വിളിക്കുവാനോ ഭാര്യയുമായി നേരിട്ട് സംസാരിക്കുവാനോ ഭാര്യയുടെ വീട്ടിലേക്ക് പോകുവാനോ ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുവാനോ പാടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരിക്കും അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടിയിട്ടുണ്ടാവുക. ഈ പ്രൊട്ടക്ഷൻ ഓർഡർ എന്താണ് എന്ന് പോലും അറിയാതെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഓർഡർ ഭർത്താവ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് വരെ പോലീസുകാർക്ക് അധികാരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത ഞാനിവിടെ നിന്ന് വായിക്കാം. അതായത് പിരിഞ്ഞു കഴിയുന്ന ഭാര്യയെ ഭീഷണിപ്പെടുത്തി ഭർത്താവ് അറസ്റ്റിൽ. അതായത് വേർപിരിഞ്ഞു കഴിയുന്ന ഭാര്യയെ ജോലി സ്ഥലത്തും താമസിക്കുന്ന വാടക വീട്ടിലും എത്തി കോടതി ഉത്തരവ് ലംഘിച്ചു, അതായത് പ്രൊട്ടക്ഷൻ ഓർഡർ ലംഘിച്ചു, ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്ത കേസിലെ പ്രതി അറസ്റ്റിൽ. അതിൻ്റെ ആളുടെ പേര് സംഭവങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. വേർതിരിഞ്ഞു കഴിയുന്ന ഭർത്താവിൽ നിന്ന് ഗാർഹിക പീഡനത്തിൽ നിന്നോ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമപ്രകാരം സംരക്ഷണം ആവശ്യപ്പെട്ടു യുവതി കോടതിയിൽ നൽകിയ പരാതിയിൽ യുവതിക്ക് അനുകൂല ഉത്തരവ് ലഭിച്ചിരുന്നു. ഇത് ലംഘിച്ച് ജൂൺ 23-നും 24-നും യുവതി ജോലി ചെയ്യുന്ന ഇന്ന സ്ഥലത്തെ ബേക്കറിയുടെ മുന്നിലെത്തി യുവതിയെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ബേക്കറിയിലെ മാനേജരോട് യുവതിയെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ കടയിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഭീഷണിപ്പെടുത്തി യുവതിയുടെ ജോലി കളയുകയും ചെയ്തിരുന്നു. പിന്നീട് യുവതി താമസിക്കുന്ന ഇന്ന സ്ഥലത്തെ സമീപമുള്ള വാടക വീടിന് മുന്നിലെത്തി യുവതിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതോടെ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പരാതിക്കാരിയെ ആക്രമിച്ചതിന് അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ വസ്തുക്കളെല്ലാം നശിപ്പിച്ചതിനും ഇയാൾക്ക് എതിരെ കേസുണ്ട്. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇയാൾ ഭീഷണി തുടർന്നത് എന്നൊക്കെയാണ് അതിൽ പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യുക, അതിനുശേഷം മാത്രം ചെയ്യുക. എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരം വേർപിരിഞ്ഞ് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങളോ നിങ്ങളുടെ ബന്ധുക്കളോ പോവാതെ ലീഗലായിട്ടുള്ള ഒരു മാർഗം സ്വീകരിക്കുക. അതായത് ഒരു വക്കീൽ നോട്ടീസ് മുഖാന്തരമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും മാർഗം ഉപയോഗിച്ചുകൊണ്ട് മാത്രം വൈഫുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ പോയി തലവെച്ച് പോകാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതിനുവേണ്ടി നിങ്ങൾ എത്ര അനുരഞ്ജന ചർച്ചയ്ക്ക് പോയാലും നിങ്ങളെ ഭീഷണിപ്പെടുത്തി കുടുക്കി ഡിവോഴ്സ് കിട്ടണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുരുദ്ദേശമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കെതിരെ സംസാരിക്കുകയും പിന്നീട് നിങ്ങളുടെ ടെമ്പർ തെറ്റിച്ച് പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.